വിഷയത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. അദ്ദേഹം വിശദീകരിക്കണ്ട, ഞാൻ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? അവര് ചോദിക്കുക, ഞാൻ വിശദീകരിക്കുക. എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള അവകാശം പോലുമില്ല. പ്രത്യേകമായി എനിക്ക് ചോദിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചിരിക്കുകയാണ്. അവരെന്നോട് ചോദിക്കുക, ഞാൻ വിശദീകരിക്കുക. എന്നിട്ട് നിങ്ങളുടെ വിശദീകരണം വേണ്ട. ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഉണ്ടാണ്ടിങ്ങനെ നിൽക്കണോ? അതാണോ വേണ്ടത്? അതുകൊണ്ട് നിങ്ങളുടെ ചിരിയും ഒക്കെ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങളുടെ മിമിക്രിയും നിങ്ങളുടെ ചിരികളൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. ഓരോറ്റ സംവാദത്തിൽ തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നാം ചോദിക്കുന്ന, റബ്ബിനോട് ചോദിക്കുന്ന, പടച്ച റബ്ബിന്റെ മുന്നിൽ ഹൃദയം തുറക്കേണ്ടുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ സൃഷ്ടികളോട്, ആ സൃഷ്ടികൾക്ക് വലിപ്പം എത്രയാണെങ്കിലും ശരി, സൃഷ്ടികളോട് ചോദിക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല, ഹദീസ് കൽപ്പിച്ചിട്ടില്ല, അതേപോലെ തന്നെ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ചിട്ടില്ല, ലോകത്താരും തന്നെ പഠിപ്പിച്ചിട്ടില്ല. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മുജ്തഹിദായ പണ്ഡിതൻ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാം എന്ന് പറഞ്ഞതായി ലോകത്താർക്കും തെളിയിക്കാൻ കഴിയില്ല. ഞാൻ അവരോടല്ല ചോദിക്കണത്, ഞാൻ വിശദീകരിക്കാം. ലോകത്താർക്കും തെളിയിക്കാൻ കഴിയില്ല. ഒരൊറ്റ സഹാബി പോലും റബീഅക്ക് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എന്തേ ഒരൊറ്റ സഹാബി ചോദിക്കാതിരുന്നത്? ഇത്ര എളുപ്പത്തിൽ സ്വർഗം കിട്ടുമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബിക്ക് ചോദിക്കാമായിരുന്നല്ലോ. മുസ്ലിം ലോകത്തിന് മാതൃകയായിട്ട് ചോദിക്കാമായിരുന്നല്ലോ. എന്തേ അവർ ചോദിക്കാതിരുന്നത്? നിങ്ങളുടെ നെഞ്ചിൽ തറയ്ക്കുന്ന ഈ മറുപടി സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് നെഞ്ചിൽ തറയ്ക്കുന്നത്? സ്വഹാബാക്കളെ സംബന്ധിച്ച് നാം എന്താ വിചാരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നേരിട്ട് സ്വഹാബത്ത് ദീനെന്താണെന്ന് പഠിച്ചവരല്ലേ എന്ന് വിശ്വസിക്കണം, എന്ത് ആചരിക്കണം, എന്തനുഷ്ഠിക്കണം എന്നെല്ലാം കൃത്യമായി അവർ പഠിച്ചതല്ലേ. ആ സ്വഹാബാക്കളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ ഹദീസിന്റെ വെളിച്ചത്തില് റസൂലുള്ളാഹിനോട് സഹായം സ്വർഗം ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാമോ? റബീഅ തന്നെ സ്വർഗം ചോദിക്കലൊരു അമലല്ലേ? സ്വർഗം ചോദിക്കലൊരു അമലല്ലേ? ആ സ്വർഗം ചോദിക്കുക എന്ന അമല് റസൂലുള്ളാഹിനോട് തന്നെയാണോ പിന്നെ റബീഅ ചോദിച്ചുകൊണ്ടിരുന്നത്? മരണം വരെ റബീഅ ചോദിച്ചുകൊണ്ടിരുന്നത് റസൂലുള്ളാഹിനോട് തന്നെയാണോ? നിങ്ങൾ ചിന്തിക്ക്. റസൂലുള്ള പറഞ്ഞില്ലല്ലോ സ്വർഗം നീ ചോദിക്ക്, അല്ലാഹ് ചോദിക്കുന്നു പറഞ്ഞില്ലല്ലോ. റസൂലുള്ള കൊടുക്കാന്നല്ലേ പറഞ്ഞത്? എങ്കിൽ പിന്നെ റസൂലുള്ളാഹിനോട് തന്നെ അദ്ദേഹം മരണം വരെ ചോദിച്ചുകൊണ്ടിരുന്നു. അത് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അല്ലാഹ് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം സ്വർഗം കിട്ടിക്കഴിഞ്ഞു എന്നാണല്ലോ. റസൂലുള്ളാഹി പറഞ്ഞതെന്താ? ഈ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ സഹായിക്കണമെന്നാണ്. ലോകത്തുള്ള മുഴുവനും മുസ്ലിമീങ്ങൾക്കും ഇത് പാഠമാണ്. റസൂലുള്ളാഹിനോടുകൂടെ സ്വർഗം കയറാം, സ്വർഗത്തിൽ പ്രവേശനം കിട്ടും, മുറാഫഖത്ത് കിട്ടും. പക്ഷേ നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കണം. ഏത് സുജൂദ് വർദ്ധിപ്പിക്കണം? ആദ്യം തന്നെ ഫർള് നിസ്കാരം നിങ്ങൾ നേരെ നിസ്കരിക്കണം. നിങ്ങൾ അള്ളാഹുവിനോടുള്ള കടമകളൊക്കെ നിർവഹിക്കണം. നിങ്ങൾ കൃത്യമായി അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. നിങ്ങൾക്ക് റസൂലുള്ളാഹിയുടെ കൂടെ തന്നെ സ്വർഗം കിട്ടും. റസൂലുള്ളാഹിനോടുകൂടെ മുറാഫഖത്ത് കിട്ടും. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞതനുസരിക്കണം. ബികസ്റത്തി സുജൂദ്, ഫർള് മാത്രം നിസ്കരിച്ചാൽ പോരാ, ഒരുപാട് സുന്നത്തുകളും കൂടി നിങ്ങൾ നിസ്കരിച്ച് മരണം വരെ വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരെ നിങ്ങൾ റബ്ബിനു വേണ്ടി ഇബാദത്ത് എടുത്തുകൊണ്ട് സ്വർഗം മേടിക്കണം. നിങ്ങൾക്ക് സ്വർഗം കിട്ടും. റസൂലുള്ളാഹിയുടെ കൂടെ നിങ്ങൾക്ക് മുറാഫഖത്ത് കിട്ടും. എല്ലാം നിങ്ങൾ കിട്ടും. പക്ഷേ ശരീഅത്ത് അനുസരിച്ച് നിങ്ങൾ ജീവിക്കണമെന്ന റസൂലുള്ളാഹി പറഞ്ഞതിന്റെ താല്പര്യം കണ്ടോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഇത്തരം ഹദീസുകളും വലൗ അന്നഹും യസ്ലമു അൻഫുസഹും എന്നുള്ള ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചു എന്ന് പ്രസംഗിക്കുകയും ആ ആയത്ത് തിരുത്തുക പോലും ചെയ്തുകൊണ്ട് മുസ്ലിം ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കല്ലേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്ന് മഹാത്മാ
മഹാത്മാക്കളോട് എന്തും ചോദിക്കാം, അവർക്കെല്ലാം തരാൻ കഴിവുണ്ട്. അതിനുള്ള കഴിവ് അല്ലാഹ് അവർക്ക് നേരത്തെ തന്നെ കൊടുത്തേക്കാണ്. അള്ളാഹ്ക്ക് തുല്യമായ കഴിവ്, അള്ളാഹുടെ കഴിവ് അള്ളാഹുടെ സ്വന്തം കഴിവ്, മഹാത്മാക്കളുടെ കഴിവ് അള്ളാഹ് കൊടുത്ത കഴിവ് എന്ന് മാത്രം വിശ്വസിച്ചാൽ മതി. അള്ളാഹ്ക്ക് സമാനമായ കഴിവ് ഉടമസ്ഥത മാത്രമില്ല, മിൽക്കിയത്തില്ല, അത് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കി ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്.